ഹലോ, ഞാൻ ഗോപിക. കഴിഞ്ഞ വീഡിയോയിൽ ആസ് എ സ്റ്റുഡൻറ് എങ്ങനെയാണ് പ്രോസസ്സിങ് നടന്നതെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെ അതിന് ശേഷം അപ്പാർട്ട്മെന്റ് എടുത്തു, എങ്ങനെ ഇവിടെ വന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അപ്പാർട്ട്മെന്റിനുള്ളത് നോക്കാൻ തുടങ്ങണം. എനിക്ക് സാധാരണ സ്റ്റുഡൻസിന് വിസ 14 ഡേയ്സിനുള്ളിലൊക്കെ വരും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വന്നിട്ട് നോക്കാമെന്നൊക്കെ ഓർത്ത് ഇരിക്കുമായിരുന്നു വിസ ഡിസിഷൻ. പിന്നെ അതുകൊണ്ട് ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ തന്നെ അപ്പാർട്ട്മെന്റിനുള്ള ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ തന്നെ ലേറ്റായി. അതുകൊണ്ട് അപ്പം വെച്ച സമയത്ത് ഓൾമോസ്റ്റ് ഓൾ അപ്പാർട്ട്മെന്റ് ഫുള്ളായിരുന്നു. അപ്പം എനിക്ക് വൈകിയായിരുന്നു. പിന്നെ ഞാൻ സ്റ്റുഡൻറ് ഹൗസിംഗ് അല്ലാതെ വേറെ എക്സ്റ്റേണൽ ആയിട്ട് കൂടിറ്റ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അത് സ്റ്റുഡൻറ് ഹൗസിങ്ങിനെ വെച്ച് ഒരു കോസ്റ്റ്ലി തന്നെയാണ്. നമ്മൾ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് ലിങ്ക്സ് തരും, ആ സ്ഥലത്തുള്ള സ്റ്റുഡൻറ് ഹൗസിംഗ് ഓഫീസ്. അപ്പം അത് കിട്ടിയില്ലെങ്കിൽ തന്നെ അവർ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെയുള്ള ഗവൺമെൻറ് ഏജൻസീസ് അവരും സൈറ്റ്സ് അവരും നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്യും വെക്കാൻ. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നോക്കാൻ തുടങ്ങണം. അല്ലാതെ എനിക്ക് പറ്റിയ പോലെ ലാസ്റ്റ് ടൈമിൽ നോക്കാം അങ്ങനെ പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ നോക്കണം. അപ്പോൾ എനിക്ക് പറ്റിയ അവസ്ഥ നിങ്ങൾക്ക് വരല്ല, അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ തൊട്ട് എല്ലാം ഒരു ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വരുന്നതിന് 5 ദിവസം മുന്നേ ആണ് ഈ അപ്പാർട്ട്മെൻറ്റ് സെറ്റ് ആയത്. എനിക്കപ്പം വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിപ്പോൾ ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ചാലും ഇപ്പം അടുത്ത് എനിക്ക് അപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാനുള്ള പെട്ടെന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എനിക്ക് അവിടുന്ന് തന്നെ അതിൻ്റെ ഡെപ്പോസിറ്റ് കൊടുക്കണമായിരുന്നു. അപ്പം ദെൻ അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു തന്നു. അപ്പോൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത് അത് പ്രിൻ്റ് ഔട്ട് എടുത്താണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ 11:30 ആയി. ഞാനപ്പം നല്ല ടെൻഷനിലായിരുന്നു. ഇവിടെ എങ്ങനെയാ വന്നാൽ രാത്രിയല്ലേ, കീയുടെ കാര്യം, അപ്പോൾ വേറെ റൂം എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ വന്നിറങ്ങിയപ്പോഴേ സിം എടുത്ത് ഇവരെ കോണ്ടാക്ട് ചെയ്തു. ഇവരവിടെ ഹെൽപ്പ് ചെയ്യാം, അപ്പം തന്നെ നമുക്ക് കീ തരാമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞ് വിളിച്ചപ്പം അവരവിടെ നിൽപ്പുണ്ടായിരുന്നു, മെയിൻ്റെനൻസ് സ്റ്റാഫ്. എന്നിട്ട് ദെൻ കീ തന്ന് എനിക്ക് കയറാൻ പറ്റി. അപ്പം തന്നെ എനിക്ക് വലിയൊരു ആശ്വാസമായി. അത്രയും നേരം ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു. ഫ്ലൈറ്റിലും ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെ അപ്പാർട്ട്മെൻറ്റ് കയറും, ഇതിപ്പം അവർ ഹെൽപ്പ് ചെയ്യുമോ, രാത്രിയല്ലേ എന്നൊക്കെ ഓർത്ത്. അത് ഞാൻ സൺഡേ രാത്രിയിൽ ഇവിടെ എത്തിയതും. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ പറയുവാണ്, ഇവിടെ അൺഫർണിഷ്ഡ് ആയിട്ടുള്ള റൂംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഇവിടെ അൺഫർണിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സ്റ്റൗവ്, റെഫ്രിജറേറ്റർ, പിന്നെ അത്യാവശ്യം കബോർഡ് എല്ലാം ഉണ്ട് റൂമിൽ. ബട്ട് എനിക്ക് ബാക്കിയൊന്നും ഇല്ലായിരുന്നു. അതായത് ബെഡ്, ടേബിള്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അപ്പം ഞാനിവിടെ ലൈറ്റ് തന്നെ ഇല്ലാത്തതെന്ന് ആ സ്റ്റാഫിനോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ ഫിനിഷിൽ തന്നെ നമ്മൾ കോൺട്രാക്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെയൊക്കെയോ ആംഗ്യം കാണിച്ച് എന്നോട് പറഞ്ഞു. എനിക്കും അങ്ങനെ അത്ര ഫിനിഷ് ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ കിട്ടിയത്. അപ്പം ഞാൻ അന്നത്തെ ദിവസം എനിക്ക് കയ്യിലുണ്ടായിരുന്ന ഷാളും എൻ്റെ ജാക്കറ്റ് എല്ലാം കൂടെ വെച്ചാണ് ഈ തണുത്ത് ഈ തറയിൽ കിടന്നത്. ഇവിടെ ഹീറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ഇലക്ട്രിസിറ്റി വരാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ചൂടും കിട്ടിയില്ല. അന്ന് ഓൾറെഡി ഒരു മഴയൊക്കെ നനഞ്ഞാ വന്നത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം നല്ല ഒരു ബാഡ് നൈറ്റ് ആയിരുന്നു അന്ന്. അപ്പോൾ സ്റ്റുഡൻസിന് മെയിനായിട്ട് സ്റ്റുഡൻറ് ഹൗസിംഗ് ഏജൻസി ഉണ്ട്. അതല്ലെങ്കിൽ പ്രൈവറ്റ് അക്കോമഡേഷൻസ് ഉണ്ട്. ഇതും അല്ലെങ്കിൽ നമുക്ക് സബ്ലീസിന് കിട്ടും. സബ്ലീസിന് എടുക്കുമ്പോഴത്തേന് അത് ജെന്യൂൻ ആണോ എന്ന് ഉറപ്പ് വരുത്തണം. കുറേ സ്പാം ഇവിടെ നടക്കുന്നുണ്ട്, അപ്പോൾ അത് ഷ്യൂർ ആക്കണം. ദെൻ എനിക്ക് കിട്ടിയത് അൺഫർണിഷ്ഡ് ആയിട്ടുള്ള റൂമാണ്. ഈ അൺഫർണിഷ്ഡ് എങ്ങനെ ഫർണിഷ്ഡ് ആയെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.